ഡയലോഗൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക, നല്ലപോലെ വായിച്ചുകൊണ്ടിരിക്കുക, അല്ലെ ഡ്രാമയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക, ഇല്ലേ? അല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല, അത് മാറാലെ പിടിച്ച് പോവും. അത് പറഞ്ഞ പോലെ ഞാനിത് ഇപ്പോഴും അപ്പോഴും എന്നും പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. 28 വർഷം ഞാൻ ആ ജോലി ചെയ്തെങ്കിലും ഞാൻ പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അത് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റി. പിന്നെ വായനാശീലം തുടർന്നതുകൊണ്ട് എനിക്കതിന് ഏറ്റവും നല്ലൊരു അനൗൺസറായിട്ട് വളരാൻ പറ്റി. എനിക്ക് എങ്ങനെ അതിൻ്റെ ശബ്ദ മോഡുലേഷൻ എങ്ങനെ ചെയ്യാൻ പറ്റി എന്നെല്ലാം ഞാൻ സ്വയം പ്രാക്ടീസ് ചെയ്തെടുക്കുകയാണ്. എങ്ങനെ മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് എൻ്റെ ശബ്ദത്തെ എനിക്കങ്ങനെ അവരുടെ ഹൃദയത്തിലേക്ക് അയച്ചു. ഞാൻ ചെവിയിലേക്കല്ല, ഹൃദയത്തിലേക്കാണ് അയച്ചത്. അതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട്, എൻ്റെ ഹൃദയം കൊണ്ടാണ് ഞാൻ അവരോട് സംസാരിച്ചത്. അതുകൊണ്ടാണ് അവരുടെ ഹൃദയത്തിലേക്ക് എനിക്ക് ഇറങ്ങാൻ പറ്റിയത്. ചുമ്മാ ഒരു ചെവിയും വായു ആയിരുന്നില്ല ഞങ്ങൾ തമ്മിലുള്ള ബന്ധം, ഹൃദയബന്ധമായിരുന്നു. അതാണ് ആകാശവാണിയായിട്ടുള്ള എൻ്റെ ഒരു ബന്ധം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇത്രയും ജനങ്ങൾ എനിക്ക് അത് ഇപ്പം മാറിയെന്ന് നോക്കുമ്പോൾ എനിക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയത്.